ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒപ്പോസം എന്ന മൃഗത്തെ പറ്റിയാണ്. ആസ്ട്രലേഷ്യൻ ഭൂഭാഗങ്ങൾക്ക് വെളിയിൽ കാണപ്പെടുന്ന ഒരു ഇനം സഞ്ചിമൃഗമാണ് ഒപ്പോസം. സഞ്ചിമൃഗ കുടുംബമായ ഡൈഡൻഫിഡയിലാണ് ഇത് ഉൾപ്പെടുന്നത്. അമേരിക്കയിൽ ടെക്സസിൻ്റെ ദക്ഷിണാതിർത്തി മുതൽ ലാപ്ലേറ്റ താഴ്വര വരെയുള്ള സ്ഥലങ്ങളിൽ വൃക്ഷ നിബിഡമായ എല്ലായിടത്തും ഇവയെ കാണാൻ കഴിയും. ലാപ്ലേറ്റ താഴ്വരയിൽ ഇവ സുലഭമാണ്. ഫ്ലോറിഡ മുതൽ ഹഡ്സൺ നദി വരെയും പടിഞ്ഞാറ് മിസോറി വരെയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇനമാണ് വെർജീനിയ ഒപ്പോസം. ഒരു പൂച്ചയോളം വലിപ്പമുള്ള ഇതിൻ്റെ ശരീരം ചാരനിറം കലർന്ന വെള്ള രോമത്താൽ ആവൃതമായിരിക്കുന്നു. എലിയോട് ആകാര സാദൃശ്യമുള്ള ഇതിന് കൂർത്ത മോന്തയും നീണ്ടതും രോമരഹിതവുമായ ചെവികളുമുണ്ട്. നീണ്ട് രോമമില്ലാത്ത വാലിൽ ശൽക്കങ്ങൾ കാണപ്പെടുന്നു. അരക്കൊമ്പിലും മറ്റും ചുറ്റിപ്പിടിക്കുന്നതിന് ഈ വാൽ സഹായകമാണ്. കൈയിലും കാലിലും 5 വിരലുകൾ വീതമുണ്ട്. മനുഷ്യൻ്റെ കൈയിലെ തള്ളവിരൽ പോലെ മറ്റ് വിരലുകൾക്ക് അഭിമുഖമായാണ് ഇതിൻ്റെ കാലിലെ തള്ളവിരൽ. പെൺ ഒപ്പോസത്തിൻ്റെ ഉദരത്തിൽ മുന്നോട്ട് തുറക്കുന്ന ഒരു വലിയ സഞ്ചി കാണാം. ജനിച്ച ശേഷം കുഞ്ഞുങ്ങളെ 5 or 6 ആഴ്ചകൾ വരെ ഈ സഞ്ചിക്കുള്ളിലാണ് സൂക്ഷിക്കുന്നത്. തനിച്ച് നടക്കാറായ കുഞ്ഞുങ്ങൾ സഞ്ചിക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന് ഓടി നടക്കാൻ ആരംഭിക്കുന്നു. അമ്മയുടെ മുതുകിൽ കയറി സവാരി നടത്തുകയും ഇവയുടെ പതിവാണ്. ശിശിരകാലം ആരംഭിക്കുന്നതോടെ ഒപ്പോസത്തിൻ്റെ തൊലിയുടെ തൊട്ടു താഴെയായി ഒരു അട്ടിക്കനത്തിൽ കൊഴുപ്പ് ഉണ്ടാകാറുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ മാംസം വളരെ സ്വാദുള്ളതായി തീരുന്നു. യുഎസിൻ്റെ തെക്ക് ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഒപ്പോസ വേട്ട വളരെ പ്രിയപ്പെട്ട ഒരു വിനോദമാണ്. രാത്രിയിൽ റാന്തലുകൾ ഉപയോഗിച്ച് നായ്ക്കളുടെ സഹായത്തോടെയാണ് വേട്ടയാടൽ. പരിസരങ്ങളിൽ എവിടെയെങ്കിലും ശത്രുക്കൾ ഉള്ളതായി സംശയം തോന്നിയാൽ ഉടൻ ഒപ്പോസം മരത്തിൽ നിന്നും പിടിവിട്ട് ചത്തതുപോലെ നിലത്ത് വീഴുന്നു. ഇതിൻ്റെ ഈ പ്രത്യേക സ്വഭാവ വിശേഷത്തിൽ നിന്ന് ഇംഗ്ലീഷ് ശൈലി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപായമത്രേ ഇത്. ഇരയെ കൊന്നു തിന്നാൻ ഇഷ്ടപ്പെടുന്ന പല വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഉപായം ഒപ്പോസത്തെ സഹായിക്കുന്നു. തന്ത്രശാലിയായ ഒപ്പോസത്തിന് നല്ല ബുദ്ധിയുമുണ്ട്. പകൽ സമയങ്ങളിൽ വൃക്ഷത്തലപ്പുകളിലും മറ്റും കഴിച്ചു കൂട്ടുന്ന ഈ ജീവി രാത്രിയാകുന്നതോടെ ആഹാരം തേടിയിറങ്ങുന്നു. ഫലങ്ങൾ, കീടങ്ങൾ, ചെറിയ ഇഴജന്തുക്കൾ, പക്ഷിമുട്ടകൾ എന്നിവയാണ് മുഖ്യ ഭക്ഷണ സാധനങ്ങൾ. ചില സ്പീഷീസുകളിൽ ഉദരസഞ്ചി കാണുകയില്ല. ഇവ കുഞ്ഞുങ്ങളെ മുതുകിൽ കയറ്റി നടക്കുന്നു. കുഞ്ഞുങ്ങൾ വീണു പോകാതെ വാൽ കൊണ്ട് ചുറ്റിപ്പിടിച്ചിരിക്കും. മ്യൂറിൻ ഒപ്പോസം ഈ ഇനത്തിൽപ്പെടുന്നു. ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിൽ കഴിയുന്ന ഇനമാണ് ഡൈഡൽഫിസ് പരാഗൈയെൻസിസ്. ഉയരം കുറഞ്ഞ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇനം ഡൈമാസുചിയരീസ് എന്നറിയപ്പെടുന്നു. അപ്പർ ക്രിറ്റേഷ്യസ് മുതൽക്ക് ഡൈഡൽഫോയിഡിയ ഉപരികുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നതായി രേഖകൾ ഉണ്ട്. യാഡൽഫിസ്, ഡൈഡൽഫിസ് എന്നിവ ഉദാഹരണങ്ങളാണ്. ഇയോസിൻ മുതൽ മയോസിൻ വരെയുള്ള കാലഘട്ടത്തിൽ യൂറോപ്പിലും അമേരിക്കയിൽ നിന്നും പെരാതേറിയം എന്നറിയപ്പെടുന്ന ഒപ്പോസം പൂർവികരുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ചെറിയ ഡൈഡൽ ഫീഡുകളിൽ നിന്ന് ഇവ വളരെയൊന്നും വ്യത്യാസമായിരുന്നില്ല എന്നാണ് ഫോസിലുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇവയുടെ വാസസ്ഥലങ്ങൾ കാടുകൾ, ചെടിത്തോട്ടങ്ങൾ, വെള്ളത്തോട് ചേർന്ന പ്രദേശങ്ങൾ, മനുഷ്യ വാസത്തിനടുത്ത് കൂടാരങ്ങൾ, ഷെഡുകൾ, തോട്ടങ്ങൾ എന്നിവിടങ്ങളിലും കാണാൻ കഴിയുന്നു. സാധാരണയായി ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. രാത്രിയിലാണ്
ഏറ്റവും സജീവമാകാറുള്ളത്. മരം കയറുന്നതിലും നീന്തുന്നതിലും കഴിവുള്ള ജീവിയാണ്. ആൺപെൺ കൂട്ടുകെട്ടൽ വർഷത്തിൽ പലതവണ നടക്കാറുണ്ട്. ഗർഭകാലം 12-13 ദിവസം മാത്രമായിരിക്കും. പിറക്കുന്ന കുഞ്ഞുങ്ങൾ അത്യന്തം ചെറുതും പൂർണ്ണമായി വളർന്നിട്ടില്ലാത്തതുമാണ്. അമ്മയുടെ പൗച്ചിൽ 2 മാസം കുഞ്ഞുങ്ങൾ തുടരുന്നു. തുടർന്ന് അമ്മയുടെ പുറത്ത് പിടിച്ച് 3-4 മാസം വളരുന്നു. ഈ ജീവികളുടെ പ്രധാന ശത്രുക്കൾ കൊയോട്ടുകൾ, നായകൾ, വലിയ ഇരപിടിയൻ പക്ഷി, മനുഷ്യരുടെ വാഹന അപകടങ്ങൾ ഒക്കെയാണ്. ഈ ജീവികൾ ലൈം രോഗം വ്യാപിപ്പിക്കുന്ന ടീക്കുകൾ നശിപ്പിക്കുന്നതിനാൽ പരിസ്ഥിതിക്ക് ഗുണകരമാണ്. ഈ ജീവികൾക്ക് പാമ്പിൻ്റെ വിഷത്തോട് പ്രതിരോധ ശേഷി ഉള്ളതിനാൽ ചെറിയ വിഷമുള്ള പാമ്പുകളെയും ഇവ ഭക്ഷിക്കാറുണ്ട്. opossum പ്രകൃതിയിൽ 2-4 വർഷം ജീവിക്കുന്നു. സംരക്ഷണ അവസ്ഥയിൽ 6-8 വർഷം വരെ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.